പ്രാവശ്യത്തെയും പോലെ നമ്മുടെ മീറ്റിംഗ് ഒരു പ്രത്യേക സബ്ജക്റ്റ്, അതിലൂടെ നമ്മൾ ദൈവത്തെ അറിയാനും ദൈവിക പദ്ധതികൾ അറിയാനുമാണ് നമ്മൾ ഈ മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിക്കുന്നത്. നമ്മൾ ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് കാണും. ആ സബ്ജക്റ്റിലൂടെ നമ്മൾ മുമ്പോട്ട് കയറി പോകുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമായ വിടുതലുകളുടെ എല്ലാം വഴി കിടപ്പുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയും, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ക്രൈസ്തല്ലോ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ സ്വാതന്ത്ര്യം കിടക്കുന്നത് നമ്മുടെ അറിവിലാണ്. നമ്മൾ അറിയും തോറും സ്വതന്ത്രരാകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വേദപുസ്തകത്തിലെ ശേഷപ്രവാചന പുസ്തകത്തിൽ വാക്യമുണ്ട്, എന്റെ ജനത്തിലെ മാന്യന്മാര് പട്ടിണി കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ മുമ്പേ പറയുന്നുണ്ട്, അറിവില്ലായകയാൽ അവർ പ്രവാസത്തിലേക്ക് പോകുന്നു, അടിമമുഖത്തിലേക്ക് അവർ പോവുക. അവരുടെ കൂട്ടത്തിലെ ജനം പട്ടിണി കിടക്കുകയാണ്. പറയുമ്പോൾ മാന്യന്മാരാണ്, പക്ഷേ അവർ പ്രവാസത്തിലേക്കാണ് പോകുന്നത്. അവർ അടിമമുഖത്തിലേക്കാണ് പോകുന്നത്. കാരണം അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ കാര്യങ്ങളെ അറിയുക എന്നുള്ളത് നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. വേദപുസ്തകത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ദൈവവചനത്തെയും അതിന്റെ ശക്തിയെയും അറിയാത്തത് കൊണ്ടാണ് ഇവരിടറി വീഴുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടാകരുതെങ്കിലും, അടിമത്തം ഉണ്ടാകരുതെങ്കിലും, മാന്യന്മാർ പട്ടിണി കിടക്കുന്നതിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ഒരു ക്ഷാമത്തിന്റെ ജീവിതമാകരുതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം വേണം. അറിയുവാനൊരു തീരുമാനം വേണം, അറിയുവാനൊരു താല്പര്യം വേണം. വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു മെസ്സേജാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്റെ മക്കൾ കൈമാറിയിരിക്കുന്നത്. നിങ്ങൾക്കാരും ഒരു ദിവസത്തിൽ സ്തോത്രം ചെയ്താട്ട്, ശക്തിയോട് സ്തോത്രം ചെയ്താട്ട്, ഉച്ചത്തിൽ സ്തോത്രം ചെയ്താട്ട്. അതിനാധാരമായിട്ട് ഞാൻ സഭാപ്രസംഗിയിൽ നിന്ന് വളരെ സന്തോഷമുള്ള ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുക. 11-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ അത് ഭൂമിയിൽ പെയ്യും. മതി. പ്രൈസലോ. മനോഹരമായ ഒരു വാക്യമാണ്. കണ്ണുകളെ അടയ്ക്കാൻ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ചടുത്ത് വരുന്നു. ഈ ദൈവവചനത്തിനായി സ്തോത്രം. ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളെ, ഈ ദൈവവചനത്തിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ. കർത്താവേ, ഇത് മനസ്സിലാകാൻ ഞങ്ങൾക്ക് വരം തരണമേ. മഹത്വം പങ്കെടുക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രൈസലോ. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം മേഘത്തെക്കുറിച്ചായിരിക്കും. നിങ്ങൾ കേൾക്കാൻ പോകുന്ന വേദവചനത്തിലെ ഒരു പ്രധാന ആശയം വിശ്വലോ മേഘം എന്നുള്ള ഒരു വിഷയമായിരിക്കും എടുക്കാൻ പോകുന്നത്. സാധാരണ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുക, ഈ മേഘം എന്ന് പറഞ്ഞാൽ അവൻ അഭിഷേകം പ്രാപിച്ച ദൈവവൈദ്യല, കൃപ പ്രാപിച്ച ദൈവവൈദ്യല, അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈദ്യല, ദൈവ നിയോഗങ്ങളാൽ നിറച്ചിരിക്കുന്ന ദൈവവൈദ്യല, ദൈവത്തിന്റെ വിളിയുള്ള ദൈവവൈദ്യല. ഈ മേഘം വെറും മേഘമല്ല, അതിനകത്തൊരു നിറവുണ്ട്. ആ നിറവ് പലയിടത്തും പെയ്യാനാ. മനസ്സിലാവുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് 1-2 വേദഭാഗങ്ങൾ മുമ്പോട്ട് വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പുറപ്പാട് 19:9. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിന്, നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിന് ഞാനിതാ മേഘത്തിൽ നിന്റെ അടുക്കൽ വരുന്നു. ദൈവ സാന്നിധ്യം എല്ലാവരും വിശ്വസിക്കേണ്ടതിന്. അവൻ പഴയ നിയമത്തില് മോശയോട് പറഞ്ഞ വാക്കാ, ഞാനിതാ മേഘത്തിൽ നിന്റെ അടുക്കൽ വരുന്നു. പഴയ നിയമ വേദഭാഗം വായിക്കുമ്പോൾ മേഘത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു, 34:5. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി. അപ്പോൾ മേഘത്തിൽ ആരുണ്ട്? ദൈവസാന്നിധ്യമുണ്ട്. പഴയ നിയമത്തിനകത്ത് മോശയ്ക്ക് വേണ്ടി മേഘത്തിൽ ഇറങ്ങിയ ദൈവം. ഇവിടെയും നമ്മൾ വായിക്കുന്നു, ആമേശ്വരം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ മേഘത്തിൽ ഇറങ്ങിയ ദൈവം. അടുത്തത് ലേവ്യ പുസ്തകം 16-ാമത്തെ 2-ാം വാക്യമാണ്. കണ്ടോ, കൃപാസനത്തിന് മീതെ ഞാൻ മേഘത്തിൽ വെളിപ്പെടുന്നത് കൊണ്ട്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മേഘത്തിൽ കർത്താവ് വെളിപ്പെടും. യഹോവയായ ദൈവം മേഘത്തിൽ വെളിപ്പെടും. നമുക്കറിയാം, ദിനവൃത്താന്ത പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ശലോമോൻ ദേവാലയം പണിതു. ദേവാലയം പണിതു കഴിഞ്ഞ് ജനം പുരോഹിതന്മാരെല്ലാവരും നിന്നുകൊണ്ട് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് സ്തുതിക്കാൻ തുടങ്ങി.
അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ ആ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ മേഘം ഇറങ്ങി നിന്നു. പിന്നെ ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവതേജസ് ദേവാലയത്തിന് മീതെ വന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി, ദൈവ സാന്നിധ്യം വെളിപ്പെടുത്താൻ വേണ്ടി മേഘത്തില് ദൈവത്തിന്റെ തിരുസാന്നിധ്യം വരിക. സമാഗമന കൂടാരത്തിൽ അത് സംഭവിച്ചു. ശലോമോന്റെ ദേവാലയത്തിൽ അത് സംഭവിച്ചു. മനുഷ്യന് മനസ്സിലാക്കണം, ദൈവത്തിനും മനുഷ്യർക്കും നടുവില് ഒരു മേഘമുണ്ട്. ആ മേഘം വെളിപ്പെട്ടാൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടെന്ന അർത്ഥം. പാപം കൊണ്ട് അകന്നു പോയ മനുഷ്യന് ദൈവം അവരെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം എടുത്താണ്ട് 9-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ട്, ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമാകുന്നു. വായിച്ചു, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ ഞാൻ ഈ വില്ല് കാണും. എന്റെ നിയമം ഞാൻ ഓർക്കും. നോഹയുടെ കാലത്ത് അതുവരെ ഭൂമി മഞ്ഞുകൊണ്ട് നനയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ആ സമയമായപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഞാൻ മഞ്ഞുകൊണ്ടല്ല നനയ്ക്കാൻ പോകുന്നത്, ഇതാ ഞാൻ ഭൂമിയിലെ സകലത്തെയും ന്യായം വിധിക്കാൻ പോവുകയാണ്, ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം നോഹ കേട്ടു. നോഹയ്ക്ക് മാത്രം ആ തലമുറയിൽ ഒരു കൃപ ലഭിച്ചു. നോഹ ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. മഴ അതുവരെ പെയ്തിട്ടില്ല, മഴയതുവരെ ജനം കണ്ടിട്ടില്ല. പക്ഷെ നോഹ വിശ്വസിച്ചു. ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിക്കാം. നോഹയുടെ മക്കൾ വിശ്വസിച്ചു. ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിക്കും. ഭൂമി വെള്ളം കൊണ്ട് നശിക്കാൻ പോവുക. സ്വർഗത്തിലെ ദൈവം അത് നോഹയോട് പറഞ്ഞു. നോഹ അത് മക്കളോട് പറഞ്ഞു. അവരൊരുമിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ഒരു പെട്ടകം പണിതു. ദൈവത്തിന്റെ നിയമപ്രകാരം ഒരു പെട്ടകം പണിതു. പെട്ടകം പണിയുക മാത്രമല്ല, ജനത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഈ പണിയുന്ന പെട്ടകം എന്തിനാണെന്നറിയാമോ? ദൈവം ദേശത്തെ ന്യായം വിധിക്കാൻ പോവുകയാ. ദൈവം അധർമ്മത്തിന് ശിക്ഷ വരുത്താൻ പോവുകയാ. ദൈവം എല്ലാവരെയും ശിക്ഷിക്കാനുള്ള സമയം വന്നിരിക്കുകയാ. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ഈ പെട്ടകത്തിനകത്ത് കയറിക്കോണം. ഈ പെട്ടകത്തിനകത്ത് കയറിയില്ലെങ്കിൽ സകലരും നശിക്കാനിടയാകാം. പ്രസംഗം കേട്ടു, പെട്ടകം പണിയും കേട്ടു. ജനം പ്രസംഗവും കേട്ടു, പെട്ടകം പണിയും കണ്ടു. പക്ഷെ ജനമകത്ത് കയറിയില്ല. സ്വർഗത്തിലെ ദൈവമാ പറഞ്ഞത്, ഞാൻ മനുഷ്യന്റെ അധർമ്മം കണ്ട് മടുത്തു, മനുഷ്യന്റെ അനീതി കണ്ട് മടുത്തു, ഞാനവരെ ശിക്ഷിക്കാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം അവൻ ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവൻ പണിതു, കൃപ ലഭിച്ചവൻ പ്രസംഗിച്ചു. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന കൃപ ലഭിച്ചവരോട് ഞാനൊരു കാര്യം പറയുക, കൃപ ലഭിച്ചവര് രക്ഷയ്ക്കുള്ളത് പണതോണ്. കൃപ ലഭിച്ചവര് അപസ്വര രക്ഷയെ കുറിച്ച് പറഞ്ഞോണം. ഒന്നുകൂടെ പറയാ, അകത്ത് ജീവിതത്തെ പണതോണ്, പുറത്തു ജനത്തോട് പറഞ്ഞോണം. ഒന്നുകൂടെ പറയാ, അവനവനെ തന്നെ രക്ഷിച്ചോട്, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് ഉതകിക്കോണം. ഒന്നുകൂടെ പറയാ, നിന്നെ തന്നെ രക്ഷിക്കണം, പിന്നെ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കണം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ ന്യായം വിധിക്കാൻ പോകുക. ന്യായം വിധിച്ചു. സ്തോത്രം. മഴ പെയ്തു, വെള്ളം പൊങ്ങി. ശക്തമായ മേലുറവയും കീഴുറവയും സ്വർഗത്തിലെ ദൈവം തുറന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയത്തിൽ ഓർമ്മിപ്പിക്കാം. സ്തോത്രം. വെള്ളം പൊങ്ങിയപ്പോൾ ആ പെട്ടകത്തിനകത്ത് 8 പേര് കയറി. ആ 8 പേര് രക്ഷ പ്രാപിച്ചു. സ്തോത്രം. സകല മൃഗങ്ങളും അതിനകത്ത് വന്നു കയറുന്നത് ജനം കണ്ടതാ. പക്ഷേ അവൻ ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. ഒന്നുകൂടെ പറയോ, ഈ പെട്ടകത്തിനകത്ത് കയറിയ അനേകര് രക്ഷ പ്രാപിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. എങ്കിലും അകത്ത് കയറാൻ മടിയുമായി അവൻ നിൽക്കുന്നവര് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം. ഇതിനകത്ത് കയറിയ ഒരാൾ പോലും നശിച്ചു പോയിട്ടില്ല. ഈ പെട്ടകത്തിൽ കയറിയ, രക്ഷയുടെ ഈ പെട്ടകത്തിൽ കയറിയ, യേശുവാകുന്ന ഈ പെട്ടകത്തിൽ കയറിയ ഒരാളെ പോലെ നശിച്ചു പോയിട്ടില്ല. അത്
അതുകൊണ്ട് നീ പുറത്ത് നിൽക്കരുത്, നീ അതിനകത്ത് വരണം. ഈ പെട്ടകത്തിനകത്ത് കയറി എത്രയോ രോഗികളെ സൗഖ്യമായി എന്നറിയാമോ? ഈ പെട്ടകത്തിനകത്ത് കയറിയവരുടെ ബന്ധനമെല്ലാം ദൈവം അഴിച്ചു മാറ്റുകയാ. ഈ പെട്ടകത്തിനകത്ത് കയറിയവരുടെ ശാപങ്ങളെല്ലാം ദൈവം അഴിച്ചു മാറ്റുകയാ. ഈ പെട്ടകത്തിനകത്ത് കയറിയവരെ പിന്തുടരുന്ന അന്ധകാര ശക്തികൾക്ക് തൊടാൻ കഴിയാതെ കൊണ്ട് ഈ പെട്ടകം അവർക്ക് സംരക്ഷണമാകുകയാ. ഈ പെട്ടകം അവർക്ക് വിടുതലായി മാറുകയാ. പെട്ടകത്തിനകത്ത് കയറിയവരെ സ്വർഗത്തിലെ ദൈവം രക്ഷിച്ചു, എന്നാൽ പുറത്തുള്ളവരെ ദൈവം ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പോഴാ സുപ്രസാദകാല. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാ. ആകാശത്തിന്റെ കീഴില് മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറെ ഒരു നാമവും രക്ഷയ്ക്കില്ല. രക്ഷയ്ക്കുള്ള ഒരേ ഒരു നാമം യേശു കർത്താവാകുന്ന പെട്ടകം മാത്രമാണ്. യേശു കർത്താവാകുന്ന പെട്ടകമല്ലാതെ വേറൊരു പെട്ടകമോ വേറൊരു നാമമോ ആകാശത്തിന്റെ കീഴിലില്ല. ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു പെട്ടകം അത് യേശു മാത്രമല്ല. അവിടെ പെട്ടകം പണിത നോഹയും കുടുംബവും അതിനകത്ത് കയറി. ന്യായവിധിയുടെ മഴ പെയ്തിറങ്ങുമ്പോൾ, ന്യായവിധിയുടെ മഴ ശക്തിയോടെ പെയ്തിറങ്ങുമ്പോൾ നോഹയും കുടുംബവും അവരുടെ മേൽ അവരുടെ മീതെ മഴ വന്നിറങ്ങുന്നു. അവരുടെ മേൽ മഴ വന്ന് വീഴുന്നു. ഓരോ തുള്ളി മഴയും മോളി വന്ന് മുട്ടുമ്പോ അകത്തിരിക്കുന്ന നോഹ പറയോ, ഇതെന്റെ മേൽ വീഴേണ്ട മഴയാ. ഓരോ തുള്ളി മോളിൽ വന്ന് മുട്ടുമ്പോൾ അകത്ത് സുരക്ഷിതരായിരിക്കുന്ന നോഹ പറയോ, ഷാം പറയോ, ഹാഫേത്ത് പറയോ, ആമേസോ ഇത് ഞങ്ങളുടെ മേൽ വീഴേണ്ടതായിരുന്നു, ഇത് ഞങ്ങളുടെ മേൽ വീഴേണ്ടതായിരുന്നു. ആമൻ ആ ശക്തി ഞങ്ങളുടെ മേൽ ഒന്ന് വീഴേണ്ടതായിരുന്നു. ആമൻ ആ ശിക്ഷ ഞങ്ങളുടെ മേൽ വീഴേണ്ടതായിരുന്നു. എന്നാൽ ഈ പെട്ടകമുണ്ടല്ലോ അതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെ സുരക്ഷിതരാക്കിയിരിക്കുകയാണ്. ഇതാണ് ദൈവവൈദ്യന്റെ ഹൃദയത്തിനകത്ത്. ഞാൻ പറഞ്ഞത് എന്റെ കുടുംബം ഒത്തിരി ശാപമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നത്. എന്റെ കുടുംബത്തിനകത്ത് എന്റെ ചരിത്രങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒത്തിരി ശാപം പിടിച്ച ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ കുടുംബത്തിൽ നിന്ന് അത്യാവശ്യം ദൈവകൃപ കൊണ്ട് ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നുള്ളൂ. സ്തോത്ര. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എന്റെ കൂട്ടത്തിലുള്ള പലരുടെയും അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റൂ, ഈ കർത്താവിനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അവരനുഭവിക്കുന്നത് പോലെ ഞാനും ശാപത്തിന്റെ കീഴില്, ഞാനും മാറാരോഗത്തിന്റെ കീഴില്, ഞാനും പൈശാചിക ബന്ധനത്തിനകത്ത് കിടന്നു തകർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് നേരെ വന്നത് ഈ പെട്ടകം ഏറ്റെടുത്ത് എന്നെ രക്ഷിച്ചു. എനിക്ക് നേരെ വന്നത് ഈ പെട്ടകം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സ്വതന്ത്രമാക്കി. ഇന്ന് ഇരിക്കുന്ന പലരുടെയും സാക്ഷ്യമത, ഇവിടെ ഇരിക്കുന്ന പലരുടെയും സാക്ഷ്യമത പാരമ്പര്യം എത്തിപ്പിടിക്കാതെ, ശാപങ്ങൾ എത്തിപ്പിടിക്കാതെ, പാപത്തിന്റെ പേര് പറഞ്ഞ് വിഷാദിൽ തൊടാൻ പറ്റാതെ സ്വർഗത്തിലെ ദൈവം ആ ശിക്ഷാവിധിയല്ലോ ചുമക്കുന്ന യേശുവിന്റെ പേരിട്ട് ഈ പെട്ടകം ശിക്ഷയേൽക്കാനിടയായി. നോഹ സുരക്ഷിതനാണ്, നോഹയുടെ ഭാര്യ സുരക്ഷിതയാണ്, മക്കള് സുരക്ഷിതരാണ്, മരുമക്കള് സുരക്ഷിതരാണ്. എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാ. ആമേൻ സ്തോത്രം. അവർക്ക് വേണ്ടി പെട്ടകം ശിക്ഷയേൽക്കുകയാണ്. അവർക്ക് വേണ്ടി പെട്ടകത്തിന്റെ മേലുറവയുടെ അടി കൊള്ളുന്നുണ്ട്, കീഴുറവയുടെ അടി കൊള്ളുന്നുണ്ട്. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ. എന്നാൽ പെട്ടകമാണ് ആ ശിക്ഷയേൽക്കുന്നത്. ആമേൻ സ്തോത്രം. നോഹയും കുടുംബവും ആമേൻ ഇതൊന്നും അറിയാതെ, ആമേൻ സ്തോത്രം, ഞാൻ ഒന്നുകൂടെ വ്യക്തമായി വിളിച്ച് പറയാം, ഒരു ഭൂതത്തിനും ദൈവവൈതലെ നിന്നെ തൊടാൻ കഴിയാത്തതിന്റെ കാര്യം ദേശത്ത് ഭൂതങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വാഴ്ചകളില്ലാഞ്ഞിട്ടല്ല, അധികാരങ്ങളില്ലാഞ്ഞിട്ടല്ല, സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയില്ലാഞ്ഞിട്ടല്ല, നിന്നെ പതിരുപോലെ വർദ്ധിക്കളയാൻ കഴിവുള്ള അന്ധകാര ശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയാത്തതിന്റെ കാരണം ആ പെട്ടകത്തിനകത്ത് നീ ആയതുകൊണ്ട് അങ്ങനെയുള്ളവര് കരമടിച്ച് ദൈവത്തിന്റെ മകത്തം കൊടുത്ത് ആ അനുഭവമുള്ളവര് ദൈവത്തെ മകത്തപ്പെടുത്തു. ആ അനുഭവമുള്ളവര്
ക്യാൻസറിന്റെ രോഗാണുക്കളും സ്വത്രം എയ്ഡ്സിന്റെ രോഗാണുക്കളും അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള മാരകമായിരിക്കുന്ന രോഗത്തിന്റെ അണുക്കള് ഈ ഭൂമിയിൽ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നീ കടന്നുപോയ വഴികളിൽ എത്രയോ വാഹനങ്ങൾ അപകടത്താൽ തകർന്നു, എത്രയോ വണ്ടികൾ കൂട്ടിയിടിച്ചു, എത്രയോ പേര് ദാരുണമായി തകർന്നുപോയി. കടന്നുപോയ വഴികളിൽ നിനക്കെതിരെ വന്ന തകർച്ചയില്, നിനക്കെതിരെ വന്ന ദുഷ്ടന്റെ പോരുകള് തടഞ്ഞുകൊണ്ട് നിന്നെ സുരക്ഷിതമാക്കുന്നു ആ പെട്ടകത്തിന്, ആ യേശുവിനെ സ്തോത്രം ചെയ്യൂ. സ്തോത്രം 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 സ്തോത്രം. മനുഷ്യരെല്ലാം ചത്തു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും നോക്കി തമ്പുരാന്റെ മനസ്സിനകത്ത് ജനത്തോട് കരുണ തോന്നി. ദൈവം മനുഷ്യനോടൊരു നിയമം ചെയ്തു. ആ നിയമമാണ് നമ്മൾ 9-ാം അധ്യായത്തിൽ വായിച്ച വാക്യം. ഒന്നുകൂടെ വായിച്ചേ. സ്തോത്രം. 13-ാം വാക്യം. ഞാൻ എന്റെ വില്ലിത മേഘത്തിൽ വെക്കുകയാണ്. ഞാൻ ആ ഭൂമിയുടെ മീതെ എന്നെ വരുത്തും, മേഘം വരുത്തും. മേഘത്തിൽ ഞാൻ എന്തോ കാണും? ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും കാര്യം കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ തൂങ്ങി നിൽക്കുന്ന ആ മേഘത്തെ ഒന്ന് നോക്കിക്കേ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ തൂങ്ങി നിൽക്കുന്ന മേഘം, ആ വില്ല് വഹിക്കുന്ന മേഘം, ദൈവത്തിന്റെ ന്യായവിധിയുടെ വില്ല് വഹിച്ച മേഘത്തെ ഇന്ന് പകൽക്കാലം കാണുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അവനെ വിളിച്ചു പറയുക. ആ മേഘം മറ്റൊന്നുമല്ല, ആ മേഘം മറ്റാരുമല്ല, നോഹയ്ക്കും കുടുംബത്തിനും ആ പെട്ടകമാണ് മേഘമായി മാറിയെങ്കിൽ എനിക്കും നിങ്ങൾക്ക് വിടുതലയുടെ കാരണമായ മേഘം, വില്ല് വഹിക്കുന്ന മേഘം, അതത്ര നസ്രയനായ യേശു ക്രിസ്തു. നോഹയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ആ പെട്ടകം ഒരു വിടുതലായിരുന്നു. ഇസ്രായേൽ ജനത്തിന് പെസഹ കുഞ്ഞാട് ഒരു വിടുതലായിരുന്നു. രാഹാബ് എന്ന വേശ്യയ്ക്ക് ആ ചുവപ്പ് ചരട് ഒരു വിടുതലായിരുന്നു. കായേന് കൊടുത്ത അടയാളം ഒരു വിടുതലായിരുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്ക് അടയാളമായി നിൽക്കുന്നത് ആ വില്ല് വഹിച്ച് ആ മേഘമാണ്. അത് കാണുമ്പോൾ ഞാൻ മനുഷ്യനോടുള്ള എന്റെ നിയമമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. ആ വില്ല് വഹിക്കുന്ന മേഘം അത് നസറേയനായ യേശു കർത്താവ്. നമുക്കറിയാം കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം കൂടെ നമ്മളെ താഴോട്ട് വായിച്ചേ. അപ്പോൾ ഞാൻ നിങ്ങളും സർവ്വജഡവും ജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. കണ്ടോ സ്തോത്രം. ദൈവം പറയുകയാ സ്വരം ആ വില്ല് കാണുമ്പോ ഞാൻ മനുഷ്യനോടുള്ള എന്റെ നിയമം ഓർക്കും. ഇന്ന് പകൽക്കാലോ ഇവിടെ സ്വസ്ഥമായി ഇരിക്കുന്നതിന്റെ കാരണം, ഇതിനകത്ത് സന്തോഷത്തോടെ വന്നിരിക്കുന്നതിന് കാരണം സ്വന്തം നമ്മുടെ പാപങ്ങൾ ഇല്ലാഞ്ഞിട്ടോ, നാം പരിശുദ്ധന്മാരായിട്ടോ, നാം വലിയ ഭക്തന്മാരായിട്ടോ, നാം വലിയ പ്രാർത്ഥനക്കാരായിട്ടോ അല്ല കേട്ടോ. ഇന്ന് പകൽക്കാലോ നടുവിലാ മേഘം നിൽക്കുന്നത് കാണുമ്പോ ഞാൻ മനുഷ്യനോടുള്ള നിയമം ഓർക്കും. ഞാൻ അവരെ ശിക്ഷിക്കത്തില്ല, ഞാൻ അവരെ ദണ്ഡിപ്പിക്കത്തില്ല, ഞാൻ അവരെ തകർക്കത്തില്ല. കാരണം ആ മേഘം കാണുമ്പോ ഞാനത് ഓർക്കും. മേഘത്തിൽ തമ്പുരാന്റെ വില്ല് സ്ഥാപിക്കുക. അത് കാണുമ്പോൾ ഞാൻ മനുഷ്യനെ നശിപ്പിക്കത്തില്ല എന്ന് അവരോട് ചെയ്ത ഉടമ്പടി എന്ന് ഓർക്കും. മഴവില്ലിന് പല കളറുണ്ട്. ഈശ്വരോ ഓരോ കളറിലും ഈശ്വരോ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഈശ്വരോ യേശു ക്രൂശിലേറ്റെടുത്ത യേശു പീഡാനുഭവത്തിലൂടെ ഏറ്റെടുത്ത ഓരോ കഷ്ടങ്ങളിലും ഓരോ കഷ്ടതകളിലും ദൈവവൈദ്യന് ആവശ്യമായ ഓരോ വിടുതലുകൾ കിടപ്പുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. മേഘത്തെ ചുമ്മാ കണ്ടിട്ട്, മേഘത്തിലെ വില്ല് ചുമ്മാ കണ്ടിട്ട് കാര്യമില്ല. യേശുവിന്റെ ക്രൂശ് ചുമ്മാ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കുകയും പറയും, പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ താമേ അടിയേൽക്കുന്ന യേശുവിനെ കാണുമ്പോൾ ആരും
ആരുടെയും കണ്ണു നിറയും, ആരുടെയും കണ്ണു നിറയും. മനുഷ്യനാണോ കണ്ണു നിറയും, പക്ഷെ അങ്ങനെ കണ്ണു നിറയുന്നതുകൊണ്ട് മാനസാന്തരമാകത്തില്ല. അങ്ങനെ കണ്ണു നിറയുന്നത് കൊണ്ട് വീണ്ടും ജനനമാകത്തില്ല. അങ്ങനെ കണ്ണു നിറയുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടുത്തുമില്ല. എന്നാൽ ആടികളേൽക്കുന്നത് എന്റെ പാപത്തിന്റെ, എന്റെ രോഗത്തിന്റെ, എന്റെ ശാപത്തിന്റെ, എന്റെ ന്യായവിധിയുടെ പരിഹാരത്തിന് ഞാൻ ഏൽക്കേണ്ടത് യേശു ഏറ്റെടുക്കുകയാണ് എന്ന് മനസ്സിലായാൽ അവർ രക്ഷിക്കപ്പെടും. വില്ല് കാണുന്നതുകൊണ്ടല്ല വിടുതല്, മഴവില്ല് കാണുന്നത് കൊണ്ടല്ല വിടുതല്. ആമേശ്വര ആ വില്ലിനകത്ത് ആമേശ്വരത്തിലെ ഓരോ നിറങ്ങളും പുറത്തു വരുവാൻ അടിയേറ്റ, തകർക്കപ്പെട്ട, തുപ്പോലേറ്റ യേശുവിനെ തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ വിടുതല് ജനത്തിന്റെ മേലിറങ്ങുന്നത്. യേശുവിൽ രോഗസൗഖ്യമുണ്ട്, യേശുവിൽ ശാപമോചനമുണ്ട്, യേശുവിൽ പാപത്തിന്റെ പരിഹാരമുണ്ട്, യേശുവിൽ ന്യായവിധിയിൽ നിന്നുള്ള വിടുതലുണ്ട്, യേശു കർത്താവിൽ നമ്മുടെ വിശാലതയുണ്ട്, യേശു കർത്താവിൽ പിശാചിന്റെ മേൽ ജയമുണ്ട്. 20 വർഷമായി സഭയെ വരുന്നത് കൊണ്ട് ഇത് മനസ്സിലാകണമെന്നില്ല. അനേക ഭാഷമാർ തലേ കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇത് മനസ്സിലാകണമെന്നില്ല. ഞാൻ പറയുന്നു, അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ പോയത് കൊണ്ട് ഇത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് വിളിച്ച് പറയാം, ഇത് നീ അറിയുമ്പോൾ ആ അറിവ് നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞ് പ്രാപിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മേഘത്തെ ഞാൻ എന്റെ വില്ല് ഇന്ന് പകൽ ആ മഴവില്ല് നമ്മുടെ മുകളിലുണ്ട്, ആ മേഘം നമ്മുടെ മീതെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം ഇനി ആ നിയമം ദൈവം ഓർക്കാം. ഭൂമിയോടുള്ള നിയമം ദൈവം ഓർക്കാം, നമ്മളോടുള്ള നിയമം ദൈവം ഓർക്കാം. ഇന്ന് പകൽക്കാലം ഒരു നിയമമാണത്, ദൈവത്തിന് മാറാൻ കഴിയാത്ത നിയമം. ഇന്ന് പകൽക്കാലം